ശരിക്കും മാർക്കോ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ദുബായിലായിരുന്നു. ഞാനിപ്പോൾ ആസിഫ് അലി ഇക്കയുടെ ഒരു പടം ഇങ്ങനെ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തപ്പോഴാണ് റിലീസാവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഏതൊക്കെ കോൾ വന്നിട്ടുണ്ടോ ആര് വിളിച്ചിട്ടുണ്ടെന്നും അറിയാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 11 ദിവസം 12 ദിവസം കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നത്, നാട്ടിലെത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടൊന്നും അറിയാനും സാധിക്കില്ല. അപ്പോൾ ആരും വിളിച്ചില്ലെന്ന് പറയാനും പറ്റില്ല. പക്ഷേ ആസിഫ് അലിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ആ പടത്തിന്. കാരണം അതിൻ്റെ റിവ്യൂസ് കണ്ട് എൻ്റെ നന്ദി തന്നെ ഞാനും ആസിഫിക്കും തിയേറ്ററിൽ പോയി പടം കണ്ടു. ഞാനും ആസിഫിക്കയുടെ ടീമിലെല്ലാവരും, അതുപോലെ നമ്മുടെ ക്രൂവിലെ കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ പോയി പടം കണ്ടു. ഞാൻ പടം കാണാൻ പോയത് എന്തെല്ലാം ഭാഗം കട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് ടെൻഷൻ. കാരണം 8 ഉണ്ടോ എന്തെല്ലാം വയലൻസ്, ഇത്രയും നമ്മൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത്രയും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ശരിക്കും സിനിമ കാണാൻ പോയത്. പോയപ്പോൾ കുറേ ബിഗിനിങ് ഭാഗങ്ങൾ 8 മിനിറ്റോളം കട്ടായിട്ടുണ്ടെങ്കിലും പടം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആസിഫിക്കും ഇൻ്റർവ്യൂവിൽ കണ്ടുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പേഴ്സണലി ഫാമിലി അറ്റാച്ച് ആയവർക്കാണല്ലോ പെട്ടെന്ന് ഫീൽ ആവുന്നത്. ഇക്കൊക്കെയാണെങ്കിൽ കുട്ടികളുടെ അടുത്തും അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ പുള്ളിക്കുണ്ടായി. പക്ഷെ പടം കഴിഞ്ഞ സമയത്ത് എല്ലായിടത്തും പറഞ്ഞു മേക്കമ്മ സുധിയാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ കുറേ ആൾക്കാരടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി. പിന്നെ ദുബായ് അസോസിയേഷനിൽ നിന്ന് 2-3 അംഗീകാരമൊക്കെ കിട്ടി, മൊമെൻ്റൊക്കെ കിട്ടി.